നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്. ജീസസ് കിഡ്സ്. ചിരിയും ചിന്തയുമായി വരുന്ന ജീസസ് കിഡ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വെൽക്കം. കാടിന്റെ പശ്ചാത്തലത്തിൽ കുസൃതി വിരുന്നുകളുമായി ഇതാ നമ്മുടെ കൂട്ടുകാർ, കാട്ടിലെ കൂട്ടുകാർ. ഞാൻ ഈ വെള്ളയപ്പത്തിനുള്ള സാധനങ്ങൾ വീട്ടിൽ കൊടുത്തിട്ട് വേഗം വരാം. നാളേക്കുള്ളതാ. ആയിക്കോട്ടെ പപ്പീസേ. അധിക സമയമൊന്നും കാത്തു നിൽക്കാൻ പറ്റത്തില്ല, പറഞ്ഞേക്കാം. വേണ്ടെന്നേ. പപ്പീസ് മാർക്കറ്റിൽ പോയത് കൊണ്ടല്ലേ കോരു? അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ ആരെയും കാത്തു നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. പപ്പീസ് വീട്ടിൽ പോയി സാധനം കൊടുത്തിട്ട് വന്നോളൂ, എന്നിട്ടേ ഞങ്ങൾ കളി തുടങ്ങൂ. ആഹാ, അത്രക്കായോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. തർക്കിക്കണ്ട, ഞാൻ ദേ വേഗം വരാൻ കോരു, പ്ലീസ്. പാവം, നമ്മള് പപ്പീസിന്റെ വിഷമങ്ങൾ മനസ്സിലാക്കണ്ടേ? എനിക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങൾ നോക്കാനേ സൗകര്യമില്ല. ഇങ്ങനെയൊന്നും പറയുന്നവരാവരുത് യഥാർത്ഥ സുഹൃത്തുക്കൾ. എന്നാലേ യഥാർത്ഥ സുഹൃത്തായ മോട്ട് പോയിട്ട് ഒറ്റയ്ക്ക് കളിക്ക്. അല്ല പിന്നെ വന്നിരിക്കുന്നു എനിക്ക് വേറെ പണിയുണ്ട്, അവിടെ ഇരുന്ന് കളി. എന്തൊരു കഷ്ടായത്, ഈ കോരുന് എന്തൊരു ദേഷ്യ. എപ്പ നോക്കിയാലും പപ്പീസിന് സൈഡ് പറയാൻ 100 നാവാ. പപ്പീസിന് മാത്രം എപ്പ നോക്കിയാലും ഒരു ഒഴിവാ. അവന് തോന്നുമ്പോ വരാം, തോന്നുമ്പോ കളിക്കാം. ഞാനെങ്ങാനും കളിക്കാൻ വന്ന എല്ലാവരുടെയും സമയം കാലവും നോക്കണം. ഞാനിത് സമ്മതിച്ചു കൊടുക്കത്തില്ല. അല്ല ആ പപ്പീസിന്റെ സൈഡിൽ നിന്ന് ഉപദേശിക്കാൻ വന്നിരിക്കുക. എന്തൊക്കെ ഒരു ആരുടെ കാര്യം പറയണ ആ മോട്ട് തന്നെ പപ്പീസ് ഇല്ലാതെ കളിക്കില്ലെന്ന്. ആ പപ്പീസ് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുകൊടുത്ത് തിരിച്ചു വരുന്നവരെ കാത്തു നിൽക്കണമെന്ന്. പാവം പപ്പീസ്, അവന്റെ പപ്പിക്ക് സുഖമില്ലാത്തവരല്ലേ, വീട്ടിലെ വെള്ളപ്പ കച്ചവടമൊക്കെ അവരല്ലേ ഇപ്പൊ നോക്കണേ. പിന്നെന്താ ചെയ്യാ? അപ്പോ നിങ്ങളൊക്കെ അവന്റെ സൈഡാണല്ലേ? ഞാൻ കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ, അതിനിപ്പോ എന്തിനെ ചൂടാവണ്? പപ്പീസ് 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 എവിടെ എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും പപ്പീസ് അതിന് മടുത്തു പോയി. അവിടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഓരോരു എനിക്കതൊന്നും അറിയണ്ട. നിങ്ങളൊക്കെ പപ്പീസിന്റെ കൂടെ നടന്നോ? ഒരു ദിവസം ഇതൊക്കെ തിരിച്ചു പറയും. എനിക്ക് നേരമില്ല തന്നോട് സംസാരിക്കാൻ. ഇവനെന്താ പറ്റിയത്? പപ്പീസ് ഈ പപ്പീസിനെ കുറിച്ച് മനസ്സിലൊക്കെ ഒരു പറ്റില്ല. ഒരുപാട് വെള്ളയപ്പം ഉണ്ടാക്കാനുള്ളതാ. അമ്മ, ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരാട്ടോ. മോനെ, മാർക്കറ്റിൽ നിന്ന് വരുമ്പോ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം കേട്ടോ. തീർച്ചയായും അമ്മേ. വെള്ളയപ്പത്തിന്റെ പൊടി വാങ്ങാൻ മറക്കരുത്, നാളെ ഓർഡർ ഉള്ളതാ. ഒരിക്കലുമില്ല, ഞാൻ വന്നിട്ടുണ്ടാക്കാം. സാധനം എടുത്ത് നടക്കാനുള്ളതാ, വല്ലതും കഴിക്കണേ. തീർച്ചയായിട്ടും അമ്മ വിഷമിക്കണ്ട കേട്ടോ. അമ്മേ, എന്താണോ എന്താ വേണ്ടേ ചേട്ടാ? വിശന്നിട്ട് വയ്യ. അതിനല്ലേ ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങള്. ഹാംബർഗർ ഉണ്ട്, അത് പിന്നെ എനിക്ക് എന്തായാലും ചൂട് ബനാന പപ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഹോട്ട് ഡോഗ് ഉണ്ട്. അല്ല ചേട്ടാ, പിന്നെ എന്താ എന്താ വേണ്ടത് പറഞ്ഞു. എന്റെ കയ്യിൽ പൈസയില്ല, അതാ പ്രശ്നം.
പൈസ ഇല്ലെന്നാ പിന്നെ മാർക്കറ്റിൽ പോയി വെള്ളയപ്പക്കൂട്ടിനുള്ള സാധനങ്ങൾ വാങ്ങിയപ്പോ പൈസ തീർന്നു പോയി. ഞാനിപ്പോ അതിനെന്താ വേണ്ടേ? ചേട്ടാ വിശന്നിട്ട് വയ്യ. ഇനി ഭാരവും താങ്ങി വീട് വരെ നടന്നാൽ ഞാൻ തല ചുറ്റി വീഴും. അയ്യടാ, കടം തരാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ലേ. പോ പോ പോ. ചേട്ടാ അങ്ങനെയൊന്നും പറയാതെ ഞാൻ വിശന്ന് തളർന്ന് വീഴും, അതുകൊണ്ടാ. വീണോട്ട് അപ്പൊ ഞാൻ ആംബുലൻസ് വിളിച്ച് അയ്യോ വീട്ടിലെത്തിയോ. ചേട്ടാ അങ്ങനെയൊന്നും പറയരുത്. നോക്കിയേ, എനിക്ക് വേറെ പണിയുണ്ട്. ഓരോന്ന് കുറ്റി മറിച്ച് ഇങ്ങോട്ട് വന്നോളൂ. മറ്റൊരു സമയം കളയാനായിട്ട് ഞാനും എന്നാളും കൂടി കപ്പലുണ്ടാക്കി. ദൈവമേ, ഞാൻ ഇത് പോകണ ലക്ഷണം കാണുന്നില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കൊടുത്താലാ? ഏയ് വേണ്ട വേണ്ട വേണ്ട. പിന്നെ ദിവസം ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞു വന്ന് ചുറ്റിക്കളിയാവും. വേണ്ട വേണ്ട. ഒരുപാട് കേസ് ഇങ്ങനെ ഓരോന്ന് വരും. വായു സാറേ, എന്താണോ സാറിന് വേണ്ടത്? വേണ്ടത് എന്താ പറഞ്ഞു. എനിക്ക് 10 സമോസ, 10 ഹാംബർഗർ, പിന്നെ 10 വെജിറ്റേറിയൻ റോള്, പിന്നെ 10 ഹോട്ട് ഡോഗ്. സാറേ നിർത്തി 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 പറയെങ്കിലല്ലേ എടുക്കാൻ പറ്റൂ. എന്ത്? എല്ലാം എടുത്തു തരാൻ ഞാൻ വേഗത്തില്. ഓക്കെ. ഓ ഈ നോക്കുകുത്തി ഇതുവരെ പോയില്ല. പെട്ടെന്നാവട്ടെ കേട്ടോ. സാറ് സാറ് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. എത്രയായി? 10 സമോസക്ക് 100, 10 ഹാംബർഗർ 100, 10 ആകെ 300 രൂപ. അല്ലല്ല 500 രൂപ. 500 രൂപ 500 രൂപ. ഓ ഇറ്റ്സ് ടു മച്ച്. വില അല്പം കൂടുതലാണ് കേട്ടോ. വില കൂടുതലെന്ത് സാറ്, ഗുണം മെച്ചാണ്. ഓക്കെ ഓക്കെ, ദാറ്റ്സ് നൈസ്. ഓക്കെ ബൈ. പോയോ? 200 രൂപ ലാഭം. പുറം ചെയ്തോണ്ട് വില അല്പം കയറ്റി തന്നായി. ഓ ഇതൊരു പോയില്ല ഈ നാശം. വന്ന് നിന്നോളും ഐശ്വര്യക്കേടായിട്ട്. പേഴ്സ് ഇപ്പം എന്ത് ചെയ്യും? അറിയ കാശാണല്ലോ. മുത്തേ പൊന്നെ. ഓ ഭാഗ്യം, എന്തായാലും ആ സാധനം പോയല്ലോ, രക്ഷപ്പെട്ടു. പിണങ്ങല്ലേ തിണ്ടോ സാറ്. എന്റെ ബേക്കറി സാധനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നണേ. എന്താ സാറേ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയോ? എന്ത് കിട്ടിയോന്ന്? എന്താ സാറേ? എന്റെ മണി പേഴ്സ് കളഞ്ഞു പോയി. ATM കാർഡ് അതിലാ. അതേന്ന് ഇവിടെ തന്നെയാ പോയത്. ഇവിടെയാണ് പോയെങ്കിൽ ആർത്തിപ്പുണ്ടവരെടുത്തുണ്ടാവും. ആരെയാ ഉദ്ദേശിച്ചത്? സാറ് നേരത്തെ ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ വന്നപ്പോ ഒരാളോട് നിൽക്കണ്ടായിരുന്നു, കണ്ട? ഉണ്ടായിരുന്നു. എന്നിട്ട് എവിടെയാവൻ? അവനാ പേഴ്സായിട്ട് മുങ്ങിണ്ടാവുണ്ടാ. അതെങ്ങനെ അറിയും? അവൻ വിശന്നിട്ട് ഇവിടെ കടം ചോദിച്ചു വന്നതാ. ഇനിയിപ്പൊ പണമായിട്ട് വല്ല 4 സ്റ്റാർ ഹോട്ടലും കയറി വിട്ടുണ്ടാവും. അയ്യോ, അവൻ ആരാണെന്ന് അറിയാമോ? എവിടെ? ഇന്നലെ നമുക്ക് അന്വേഷിക്കാം. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കാണുന്നേ. എങ്കിൽ നമുക്ക് വേഗം പോകാം. എന്റെ ATM കാർഡ്, പാൻ കാർഡ്, സകല കാർഡും അതിലാ. ഓക്കെ ശരി, വരൂ. ഒട്ടും താമസിക്കണ്ട. ചേടാ, ഇവനിത് എവിടെ പോയി കിടക്കണ്ടോ? മോനെ, പപ്പീസേ, എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. പിന്നെ സാറേ, ഇതിനകത്ത് നിറയെ പണമാ, പിന്നെ വിലപിടിപ്പുള്ള രേഖകളുമുണ്ട്. ഇതിപ്പോ നമുക്ക് ആ പെട്ടിക്കടയിൽ തന്നെ ഏൽപ്പിക്കാം, അതല്ലേ നല്ലത്? അയ്യോ സാറേ, അത് വേണ്ട. അതത്ര വന്തിയല്ല. ബേക്കറിയിൽ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് ഒരുപാട് പണമാ ആ കപിൽ വാങ്ങിയത് തന്നെ. എങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാം. അതൊരു നല്ല കാര്യമാണ്. ഇത്രയും വിശപ്പുണ്ടായിട്ടും മോൻ അതിൽ നിന്നും 1 രൂപ പോലും എടുത്തില്ലല്ലോ. എന്റെ സാറേ, ആദ്യം ഞാൻ ഭക്ഷണം കഴിക്കാൻ പണമെടുക്കണമെന്ന് വിചാരിച്ചതാ. പിന്നെ തോന്നി അത് അത്ര ശരിയല്ല. മോനെ, വിശപ്പ് നമുക്ക് കടിച്ചമർത്താം, പക്ഷേ കള്ളൻ എന്ന പേര് ഒരിക്കലും മാറില്ല. ശരിയാ സാറ് പറഞ്ഞത്. എന്തായാലും ആ പേഴ്സ് നഷ്ടപ്പെട്ടയാള് വിഷമിക്കുന്നുണ്ടാവും ഇപ്പോൾ. ആ പറഞ്ഞത് നേരാ. ഈ വഴി തന്നെയാണെന്ന് ആർക്കിപ്പോ ഇത്ര ഉറപ്പ്? ആരെങ്കിലും കണ്ടാ ചോദിക്കാമായിരുന്നു. ഇനിയിപ്പോ കണ്ടിട്ട് ചോദിച്ചിട്ട് വലിയ കാര്യമില്ലേ. ചിലപ്പോ കാലി പേഴ്സ് മാത്രമാവും തിരിച്ചു കിട്ടുക, അത്ര തന്നെ. അയ്യോ, പേഴ്സിൽ ഒരുപാട് രേഖകളുള്ളത്. പിന്നെ കിട്ടിയാൽ മതിയായിരുന്നു. അതൊന്നും കിട്ടാൻ സാധ്യതയില്ല കേട്ടാ, അത്രയ്ക്ക് ദരിദ്രവാസിയാവൻ. ഈശ്വര,
നീ തന്നെ തുണ. വരുന്നു ആ കള്ളൻ. ഇവനാണ് ആ കള്ളൻ. ആര്? ദേ, ഇവനാണ് കേട്ടോ പേഴ്സ് കള്ളൻ. എന്താ കപിൽ, എന്താ ദേ, കപിൽ ഈ പറയുന്നത്? സാറിന്റെ പേഴ്സ് ഇവൻ അടിച്ചു മാറ്റിന്ന്. കപിൽ കണ്ടോ? ഇല്ല, പിന്നെ എങ്ങനെയാ? ഇവനാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നതേ. പിന്നെ കപിലും ഉണ്ടായില്ലേ? അങ്ങനെ ചോദിച്ചാ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കപിലാണ് എടുത്തതെന്ന് പറഞ്ഞാലോ? അയ്യോ സാറേ, ഞാനല്ലാട്ടെ സാറേ, ഞാനൊന്നും എടുത്തിട്ടില്ല. കാണാത്ത കാര്യം പിന്നെ പറയരുത്, മനസ്സിലായോ? ആ പേഴ്സ് ഇതാ. ഇതാ സാറേ, ഈ പേഴ്സ് പപ്പീസിന് കളഞ്ഞു കിട്ടിയതാ. സാറിന്റെ പേഴ്സാണോ ഇത്? അതെ, ഇത് തന്നെയാണ് സാർ. താങ്ക് യു. ഈ പപ്പീസ് ആയതുകൊണ്ട് ഇത് തിരിച്ചു കിട്ടി സാറിന്. വലിയ ഉപകാരം സാർ. എല്ലാ കാര്യങ്ങളും എന്നോട് പപ്പീസ് തുറന്നു പറഞ്ഞു. വിശന്നു നിൽക്കുന്ന സമയത്ത് ഈ പാവത്തിന് അതിൽ നിന്ന് അല്പം പണമെടുത്ത് ഭക്ഷണം കഴിക്കാമായിരുന്നു. പക്ഷേ ഈ പാവം സത്യസന്ധനായ പപ്പീസ് ഈ പേഴ്സ് എന്നെ ഏൽപ്പിക്കുകയായിരുന്നു. അതിൽ നിന്നും ഒരു ചില്ലിക്കാശ് പോലും നഷ്ടപ്പെട്ടിട്ടില്ല. ഇങ്ങനെയുള്ളവരെ ഇക്കാലത്ത് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് സാർ. നിങ്ങൾ അറിയാതെ ഈ കപില് പോലും നിങ്ങളെ പറ്റിച്ചു. 300 രൂപയുടെ സാധനങ്ങളല്ലേ 500 രൂപയ്ക്ക് കപിൽ വിറ്റത്. കണ്ടു നിന്ന പപ്പീസ് എല്ലാം എന്നോട് പറഞ്ഞു, മനസ്സിലായോ? എന്നോട് ക്ഷമിക്കണം സാറേ, പപ്പീസ് എന്നോട് ക്ഷമിക്കേ. പപ്പീസ്, എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ നിനക്ക് കുറച്ച് പൈസ സമ്മാനമായി നൽകട്ടെ? അതൊന്നും വേണ്ട, എനിക്ക് പൈസ ഒന്നും വേണ്ട. അത് സാരമില്ല പപ്പീസ്. ഇത്രയും സത്യസന്ധനായ പപ്പീസിന് എന്റെ വകയൊരു സമ്മാനം അത്യാവശ്യമാണ്. വാങ്ങിക്കോളൂ പപ്പീസ്. മനസ്സറിഞ്ഞു തരുന്ന സമ്മാനമല്ലേ ദൈവത്തിന്റെ സമ്മാനമായി. വെൽക്കം. സത്യസന്ധന് എപ്പോഴും ദൈവസന്നിധിയിൽ ഒന്നാം സ്ഥാനമായിരിക്കും. എപ്പോഴും ദൈവം അങ്ങനെയുള്ളവരോടൊപ്പം ഉണ്ടാകും, തീർച്ച. കണ്ട അകത്തു നിന്നും ഇനി വചനത്തിന്റെ തലക്കത്തിലേക്ക് ശ്രദ്ധിക്കാം. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഹായ് കൂട്ടുകാരി. ഓക്കെ ടിങ്കു, ഇന്ന് എന്തെല്ലാം വിശേഷങ്ങളാണ് ഈ കൂട്ടുകാരോട് പറയാനായിട്ടുള്ളത്? സ്കൂളിലെ വിശേഷങ്ങളാണ്. സ്കൂളിലെ വിശേഷങ്ങളാണ്. ഓക്കെ, ഇന്ന് എന്തെല്ലാം സംഭവങ്ങളാണ് സ്കൂളിലുണ്ടായത്? അങ്കിൾ, ഇന്ന് എന്റെ കൂട്ടുകാരന് ഒരുപാട് അടി കിട്ടി. ഓ, എന്താ പറ്റിയേ കൂട്ടുകാരന്? അവൻ എന്ത് തെറ്റാ ചെയ്തത്? അങ്കിൾ, അവൻ ഇന്ന് ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങിപ്പോയി. അയ്യോ, പാവം ഉറങ്ങിപ്പോയി അല്ലേ? അതെ അങ്കിൾ, ടീച്ചർക്ക് അത് ഇഷ്ടമായില്ല. ടീച്ചർ ഒരുപാട് തല്ലി. ഓ കൂട്ടുകാരെ, ചിലപ്പോൾ ഈ ഉറക്കം നമുക്കും വരാറുണ്ട് അല്ലേ? ഉറക്കമെന്ന് പറയുന്നത് ദൈവം തരുന്ന വലിയൊരു ദാനമാണ്. പക്ഷേ ഉറങ്ങേണ്ട സമയത്തെ നമ്മൾ ഉറങ്ങാനായിട്ട് പാടുള്ളൂ. അല്ലാത്ത സമയത്ത് ഉറങ്ങുമ്പോൾ ഒരുപക്ഷെ ഈ കൂട്ടുകാരന് കിട്ടിയതുപോലെ അടി നമുക്കും കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം ഉണർന്നിരിക്കണമെന്നാണ്. ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നാം ഉണർന്നിരിക്കണം. എന്താണ് ഉണരുക എന്ന് പറഞ്ഞാൽ? എനിക്കറിയത്തില്ല. പല അപകടങ്ങളുടെയും കാരണം ഉറക്കമാണ്. വാഹനമൊക്കെ ഓടിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം. വാഹനമൊക്കെ ഓടിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പം ഉറക്കമൊക്കെ വരും. ശരി അങ്കിൾ, അങ്ങനെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുക? ചില ആളുകൾ വെള്ളം കുടിക്കും. അതെ, ചില ആളുകൾ വെള്ളമൊക്കെ കുടിക്കും, അല്ലെങ്കിൽ ചായയൊക്കെ പോയി കുടിക്കും. ചില ആളുകൾ മുഖം കഴുകും. മുഖമൊക്കെ കഴുകും. ശരിയാണ്, ടെങ്കു പറയുന്നതെല്ലാം വാസ്തവമാണ്. ഉറക്കം വന്നാൽ ഉടനെ അത് മാറ്റുവാനായിട്ട്, ഉണരുവാനായിട്ട് ചില പൊടിക്രിയകളൊക്കെ ചെയ്യും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അതെ, നേരെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ വലിയ അപകടങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതം ഉറക്കത്തിൻ്റെ അവസ്ഥയിലാണോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ദൈവവചന പഠനത്തിൽ, പ്രാർത്ഥനയിൽ ഉറങ്ങുന്നവരായിട്ടാണോ നാം ഇന്നും ജീവിക്കുന്നത്? ശരിയായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ശരിയായിട്ട് ദൈവവചനം പഠിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ദൈവത്തിൻ്റെ മക്കൾ പ്രാർത്ഥിക്കുകയും ദൈവവചനം പഠിക്കുകയും ചെയ്യേണ്ടവരാണ്. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചു. എന്നിട്ട് താൻ കുറച്ചകലം മാറിപ്പോയി. എന്താ ഏൽപ്പിച്ചതെന്നറിയാമോ? ഞങ്ങളവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. അതെ,
അവരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് യേശു കർത്താവ് കുറച്ച് മാറിപ്പോയിരുന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? തൻ്റെ ശിഷ്യന്മാർ ഉറങ്ങുന്നതാണ് കണ്ടത്. യേശു കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചുണർത്തി അവരോട് ചോദിച്ചു, ഒരു നാഴിക പോലും എന്നോടുകൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ലേ? അത് വളരെ ദുഃഖമായല്ലേ? പിന്നെ തീർച്ചയായിട്ടും നാം പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കേണ്ടവരാണ്, പ്രാർത്ഥനയിൽ പൊരുതേണ്ടവരാണ്. പലപ്പോഴും നമുക്കതിന് കഴിയില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ അലസതയാണ്. തീർച്ചയായിട്ടും. പിന്നീട് ഒരു പ്രവാചകനോട് ദൈവം ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചു, നിനവിയിലേക്ക് പോകാനായിട്ട്. പക്ഷേ ഈ പ്രവാചകൻ ചെയ്തത് എന്താണെന്നറിയാമോ? തർസീസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള കപ്പലിൽ കയറി ആ കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ദൈവത്തിന് അത് ഇഷ്ടമായില്ല. ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ഉടനെ ദൈവം വലിയ കാറ്റും കോളൊക്കെ അയച്ചു. വലിയ കാറ്റും കോളും അയച്ചു. കപ്പൽ മുങ്ങുവാനായിട്ട് തുടങ്ങി. ഉടനെ അതിലുള്ള ആളുകളെല്ലാം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുവാൻ, അവരവരുടെ ദൈവത്തോട് നിലവിളിക്കാനായിട്ട് തുടങ്ങി. പക്ഷെ ദൈവത്തിൻ്റെ പ്രവാചകൻ എന്താ ചെയ്തതെന്നറിയാമോ? ഉറങ്ങായിരുന്നു. അതെ പ്രിയ കൂട്ടുകാരെ, നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ഉണർവോടെ ചെയ്യണം. എന്താണ് ഉണരുക എന്ന് പറഞ്ഞാൽ? പല അർത്ഥങ്ങളാണ് അതിനുള്ളത്. എന്തൊക്കെയാണ്? നാം വളരെ ശ്രദ്ധയോടുകൂടെ ഇരിക്കണം. നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ പോകുമ്പം നമ്മുടെ മാതാപിതാക്കൾ പറയാറുണ്ട് അല്ലേ? എനിക്കറിയാം. എന്താ പറയാറുള്ളത്? ശ്രദ്ധയോടെ നടക്കണം. അതെ, ശ്രദ്ധയോടുകൂടെ നടക്കണം. പിന്നെ ശ്രദ്ധയോടെ പഠിക്കണം. അതെ, ശ്രദ്ധയോടുകൂടെ പഠിക്കണം. പിന്നെ ശ്രദ്ധിച്ച് ജീവിക്കണം. എന്താ കാരണം? പല അപകടങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. നാം ഉറങ്ങുന്നവരാണെങ്കിൽ ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ. പിന്നെ ജാഗ്രതയോടുകൂടെ ഇരിക്കണം. അതാണ് മറ്റൊരർത്ഥം. എന്താ ജാഗ്രത എന്ന് പറഞ്ഞാൽ? പട്ടാളക്കാരെല്ലാം വളരെ ജാഗ്രതയോടുകൂടിയാണ് അതിർത്തി കാക്കുന്നത്. ഏത് സമയവും വേണമെങ്കിൽ എതിർകക്ഷികൾ യുദ്ധത്തിന് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൾ വളരെ ജാഗ്രതയോടുകൂടിയാണ് ഇരിക്കുക. അങ്ങനെ ഇരിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ ശത്രുവായ പിശാച് ഏത് രീതിയിലും നമ്മെ വീഴ്ത്തുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം ജാഗ്രതയോടുകൂടെ ദൈവത്തിൻ്റെ വചനമാകുന്ന ആയുധമേറ്റിക്കൊണ്ട് നാം ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആ കൂട്ടുകാരനെ പോലെ നാം ഉറങ്ങുന്നവരാണോ? എങ്കിൽ നാം ഉണർന്ന് ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാം. പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കാം. ദൈവവചന പഠനത്തിൽ ഉണർന്നിരിക്കാം. ജാഗ്രതയോടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് കാത്തു പരിപാലിക്കാം. ദൈവം അതിനായിട്ട് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എനിക്കത് മനസ്സിലായി. ഞാനിനി ഉണർന്നിരിക്കും. ഓക്കെ, ഉണർന്ന് നല്ല കുട്ടിയായി മാറണം കേട്ടോ. ഓക്കെ. എന്തായാലും ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് എഴുതുക. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ ജീസസ് കിഡ്സ് ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. Now, this is a time for study and praise. Let's meet the next week the same time.